എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ജീവശാസ്ത്രം പരീക്ഷയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 9:30 മുതൽ 11:15 വരെ ആയിരുന്നു ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മിനിമം A+ ഗ്രേഡ് ലഭിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ജീവശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. കാരണം എല്ലാ വിദ്യാർത്ഥികളും എളുപ്പത്തിൽ എഴുതുന്ന ഒരു പരീക്ഷയാണ് ജീവശാസ്ത്രം, അതായത് ബയോളജി പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിട്ടാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ടഫായിട്ടാണോ, അല്ലെങ്കിൽ പഠിച്ച ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ, അതുപോലെ തന്നെ എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് A+ ലഭിക്കാനായിട്ട്, അതായത് ഈ ഒരു വിഷയം 40 മാർക്കിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 10 മാർക്ക് CE ആണ്. നിങ്ങൾക്ക് 5 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതാണ്. അതായത് 10 മാർക്ക് CE കിട്ടുന്നത് കൊണ്ട് തന്നെ 15 മാർക്ക് നിങ്ങൾക്ക്, അതായത് 50 മാർക്കിൻ്റെ 30% മാർക്കാണ് 15 മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 15 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാവും. ഇതിന് നിങ്ങൾക്ക് D+ ഗ്രേഡാണ് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 35 മാർക്കാണ് 40-ൽ കിട്ടിയത്. ഇതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുന്ന സമയത്ത് 45 മാർക്ക്, അതായത് ആകെ മാർക്കിൻ്റെ 90%, 50-ൻ്റെ 90% മാർക്ക് എന്ന് പറയുന്നത് 45 മാർക്കാണ്. 90% മുതൽ അതിന് മുകളിലോട്ട് ലഭിക്കുന്ന മാർക്കിന് ആ ഒരു വിഷയത്തിന് A+ ഗ്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 33 അതുപോലെ 34 മാർക്ക് കിട്ടുന്നതെങ്കിൽ ടാബുലേഷൻ ടൈമിൽ ഇതിനെ A+ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട്, ഇനി ഒരു പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ, അതായത് സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഷയം ആണ് സോഷ്യൽ സയൻസ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കുക. അതായത് ഇനി നിങ്ങൾക്ക് 2 ദിവസമാണുള്ളത്, അതായത് ശനിയും ഞായറും. അപ്പോൾ ആ ഒരു ദിവസം നന്നായിട്ട് പഠിക്കുക. കാരണം അതിനുശേഷം നിങ്ങൾക്ക് വെക്കേഷനാണ്, അതായത് പിന്നീട് ലീവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷ കൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ 99.99 സംതിങ് വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട്. അതായത് ആ ഒരു ജസ്റ്റ് ഒരു 0.01% മാത്രം വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുന്നതാണ്. കാരണം ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കാനായിട്ടാണ് സാധാരണ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അഥവാ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 4 മാർക്കൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ 5 ആക്കിയിട്ട് അല്ലെങ്കിൽ 6 മാർക്കാക്കിയിട്ട് നിങ്ങളെ ജയിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് A+ ഗ്രേഡ് ജസ്റ്റ് 1-2 മാർക്കിന് വ്യത്യാസപ്പെടുകയാണെങ്കിൽ ആ ഒരു മാർക്ക് തന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു A+ ഗ്രേഡിലേക്ക് നിങ്ങളുടെ മാർക്കിനെ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് അതിനോടൊപ്പം ആഡ് ചെയ്ത്, അതായത് 90% മാർക്ക് ആകുന്നവരെ അതിനോടൊപ്പം ആഡ് ചെയ്യും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 33 മാർക്കും 10 മാർക്ക് CEയും കൂട്ടുന്ന സമയത്ത് അത് 43 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 2 മാർക്കിൻ്റെ കുറവുണ്ട് A+ കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനോടൊപ്പം 2 മാർക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് 45 മാർക്കായിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സബ്ജക്റ്റ് A+ ആകും. അതിനുശേഷം ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു ഗ്രേസ് മാർക്കിനെ പാർട്ടീഷൻ ചെയ്ത് നൽകും. അത് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ വിഭജിച്ച് ഏതൊക്കെ വിഷയങ്ങൾക്ക് മാർക്ക് കുറവുണ്ട് അതിനൊക്കെ 90% ആകുന്നത് വരെ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നാലും അല്ലെങ്കിൽ ടഫായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അടുത്ത ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, അതായത് സോഷ്യൽ സയൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. 80-ലാണ് മാർക്ക്. അപ്പോൾ നിങ്ങളൊരു മിനിമം ഒരു 10-15 മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം അല്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 40-ന് മുകളിലായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം മുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഏത് ഗ്രേഡാണ്, നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അത് ഏത് ഗ്രേഡിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ, നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് ഒരു 20 മാർക്കാണെന്ന് കരുതുക.
അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്കുള്ള 10 മാർക്ക് സി കൂടി ആഡ് ചെയ്ത് 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു 30നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൽ 100ലേക്ക് മാറ്റപ്പെടും. അപ്പോൾ 60 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഏത് റേഞ്ചിലാണ് ആ ഒരു ഗ്രേഡ് വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 60 മുതൽ 69% വരെ ബി ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ബി ഗ്രേഡ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് 30 മാർക്കാണെന്ന് കരുതുക. 30നോടൊപ്പം 10 മാർക്ക് സി കൂട്ടുന്ന സമയത്ത് ടോട്ടൽ 40 മാർക്കാണ്. അപ്പോൾ 40നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 80 മാർക്കാണ് കിട്ടുക. അപ്പോൾ 80 മാർക്ക് ഇതിൽ ഏത് റേഞ്ചാണെന്ന് നോക്കുക. അതായത് 80 മുതൽ 89 വരെ എ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇനി ഒരു പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മാർക്ക് കുറയുമോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾ A+ പ്രതീക്ഷിച്ചു പക്ഷേങ്കിൽ A മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ട് വാങ്ങുന്ന മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗ്രേഡ് കിട്ടില്ല എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.